ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാതവചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ആകുലപ്പെടരുത് എന്നതാണ്. ഈ വലിയ നോയമ്പിൻ്റെ 15-ാമത്തെ ദിവസമായ ഇന്ന് നാം ആകുലപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലേണ്ടതുണ്ട്. പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 1-2 ഭാഗം നാം നോക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. യെരുശലേമിൽ മർക്കോസിന്റെ ഭവനത്തിലെ മാളിക മുറിയാണ് രംഗം. യേശു ശിഷ്യന്മാരുമൊത്ത് അന്ത്യമായ പന്തിഭോജനം നടത്തുകയാണ്. യേശു ശിഷ്യന്മാരുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ശിഷ്യന്മാർ എല്ലാം വളരെ ആകുലപ്പെട്ടിരിക്കുന്നതായി ഇവിടെ അദ്ദേഹം കാണുന്നു. ആ അവസരത്തിൽ ആണ് ഈ കാര്യം യേശു പറഞ്ഞത്. കോഴി തന്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ യേശു തന്റെ ശിഷ്യന്മാരെ സംരക്ഷിച്ചു വരികയാണ്. തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് യേശു അവരോട് പറയുന്നതും ഈ അവസരത്തിൽ തന്നെയാണ്. ഇന്നുള്ള അനേകരുടെ അവസ്ഥ ഇതിന് തുല്യമാണ്. നഗരങ്ങളിൽ ആയാലും നാട്ടിൻ പുറത്തായാലും വളരെ ആകുലതയിൽ കഴിയുന്ന ഒരു കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതായത്, ഏതെങ്കിലും അസുഖമാകാം, അഥവാ സാമ്പത്തിക പ്രശ്നമാകാം, കുടുംബ സമാധാനം ഇല്ലാത്തതാകാം, മക്കൾ അനുസരിക്കാത്തതാകാം, നല്ല ജോലി ഇല്ലാത്തതാകാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. പ്രായമായി നമ്മൾ അനുഭവിക്കുന്നത് അവഗണനയാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം. കിഡ്സ് എന്ന ആംഗല കവി എഴുതിയിരിക്കുന്നത്, ഇമാജിനറി ഗ്രീവൻസസ് ഹാവ് ഓൾവേസ് ബീൻ മൈ ടോർമെന്റ് മോർ ദാൻ ദി റിയൽ വൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ ദുഃഖത്തേക്കാൾ അധികമായി എന്നെ അലട്ടുന്നത് സാങ്കല്പിക ദുഃഖങ്ങൾ ആണ്. ഹാർട്ട്ഫീൽഡ് എന്ന ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത്, ഇഫ് ഫിയർ ആൻഡ് ആങ്സൈറ്റി ആർ അബോളിഷ്ഡ് ഫ്രം മോഡേൺ ലൈഫ്, ദി വർക്ക് ഓഫ് ദി സൈക്കോതെറാപ്പിസ്റ്റ് വുഡ് ബി നിയർലി ഗോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആധുനിക ജീവിതത്തിൽ നിന്നും ഭയവും ആകുലതയും നിർമ്മാർജ്ജനം ചെയ്യുന്ന പക്ഷം മാനസിക രോഗ ചികിത്സകരുടെ പ്രവർത്തനം തന്നെ നിലച്ചു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആകുലതയും മാനസിക അവസ്ഥയും വയ്ക്കുന്ന രോഗങ്ങൾ അനേകമാണ്. ഉറക്കമില്ലാതെ വരിക, ദഹനക്കേടുണ്ടാകുക, രക്തസമ്മർദ്ദമുണ്ടാകുക, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ പല പല അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആകുല ചിന്തകൾ മാറ്റുവാനായി പല വഴികൾ മനുഷ്യർ സ്വീകരിക്കുന്നു. ചിലർ മദ്യം ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു, മറ്റു ചിലർ ചീട്ട് കളിക്കുവാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റ് ചിലർ ചെസ് കളിക്കാനായിട്ട് പോകുന്നു, ചിലർ വായനാശീലം കൂട്ടുന്നു, മറ്റ് പല വിനോദങ്ങളിലും ഏർപ്പെടുന്നു. എന്നാൽ ആകുല ചിന്തകൾ മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നത് പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യമേ തന്നെ പറഞ്ഞതായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യം നാം വായിച്ചാൽ മതിയാവും. യാക്കോബ് ശ്ലീഹയുടെ പൊതുലേഖനം 2-ാം അധ്യായം 19-20 ഇപ്രകാരം പറയുന്നു, ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ വേദഭാഗം പറയുന്നത് നമ്മൾ വാഗൊണ്ട് പറയുന്നതിലല്ല, പ്രവൃത്തി ആണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറയുന്നു. ഒന്നുകൂടി എടുത്തു പറയാം, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്ത് നിങ്ങൾ യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിലും വിചാരണയിലുമുള്ള വിശ്വാസം ആയിരിക്കണം എന്ന് മാത്രം. ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യത്തിലുള്ള വിശ്വാസമായിരിക്കണം നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ ദിവ്യ ശക്തിയിലുള്ള വിശ്വാസമായിരിക്കണം നമുക്ക് ഏവർക്കുമുള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ ആകുല ചിന്ത മാറി വിശ്വാസമുള്ളവരായി ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ.
അതിനായി നമുക്ക് നിരന്തര പ്രാർത്ഥന ഉള്ളവരായി നമുക്ക് ജീവിക്കുവാൻ നോക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഇതേവരെ ഞങ്ങളെ കാത്തുരക്ഷിച്ചതിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നിന്റെ കാവലും കോട്ടയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകണമേ. നോമ്പിൻ്റെ 15-ാമത്തെ ദിവസമായ ഇന്ന് ഞങ്ങളുടെ ആകുലതകളെ അതിജീവിച്ച് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലെത്തുവാൻ, വിശ്വാസത്തിൻ്റെ നങ്കൂരം മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. ഞങ്ങളുടെ മനസ്സ് ആകുലപ്പെടാതെ നിന്നെ സ്തുതിക്കുവാൻ സംഗതിയാകണമേ. മർക്കോസിൻ്റെ മാളികയിൽ വെച്ച് ശിഷ്യന്മാരെ മനസ്സിലാക്കി ആശ്വസിപ്പിച്ചതുപോലെ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഈ ഭവനത്തിന്മേലും ഈ പ്രാർത്ഥന കേൾക്കുന്ന എവരുടെ ഭവനത്തിന്മേലും, ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളുടെ മേലും, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.